കൊച്ചിയിൽ തപാൽ വഴി ലഹരി ഇടപാട് നടത്തിയ കേസിൽ 2 പേർ കൂടി പിടിയിലായി. ഇന്നലെ 5 പേരെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡിയിലെടുത്തിരുന്നു. ജർമ്മനിയിൽ നിന്ന് ലഹരി എത്തിച്ചുവെന്നാണ് NCBയുടെ കണ്ടെത്തൽ. ടെലഗ്രാം ഗ്രൂപ്പ് വഴി ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചായിരുന്നു സംഘത്തിന്റെ ആദ്യ ഇടപാടുകൾ. 19,000 പേരുള്ള ഗ്രൂപ്പിന്റെ അഡ്മിൻ നെതർലാൻഡ്സ് പൗരനാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഈ സംഘത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇതിനോടകം അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇതിന്റെ സൂത്രധാരനെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടിയതായി സൂചനകളുണ്ട്. കൂടുതൽ വിവരങ്ങൾ NCB ഇപ്പോൾ അറിയിക്കുന്നുണ്ടോ? വിജയകുമാർ, കഴിഞ്ഞ ഒരാഴ്ചയായി രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ NCB ഈ സംഘത്തിന് വേണ്ടിയുള്ള തെരച്ചിലിലായിരുന്നു. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്തുള്ള വിദേശ തപാൽ ഓഫീസിലേക്ക് ഇത്തരത്തിൽ ലഹരി അടങ്ങിയ ബോക്സുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം NCBക്ക് ലഭിക്കുന്നത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധന നടത്തി. ഇതിലാണ് 6 ബോക്സുകളിലായി 320-ലധികം വരുന്ന LSD സ്റ്റാമ്പുകൾ NCB കണ്ടെത്തിയത്. ഇത് വിശദമായി പരിശോധിച്ചപ്പോൾ ആലുവ, ചെങ്ങമനാട് അടക്കമുള്ള 3 സ്ഥലങ്ങളിൽ നിന്നും 3 യുവാക്കളുടെ പേരുകളിലാണ് ഈ ബോക്സുകൾ എത്തിയത് എന്നും കണ്ടെത്തി. പിന്നീട് ഈ ബോക്സിന്റെ ഉറവിടം തേടിയപ്പോൾ അത് ജർമ്മനി അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി കൊച്ചി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും ആദ്യഘട്ടത്തിൽ 5 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിലൂടെ കൂടുതൽ ആളുകൾ ഇതിലുണ്ടെന്ന് മനസ്സിലാക്കുകയും മറ്റ് 2 പേരെ കൂടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇവരുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിച്ചതിൽ നിന്നാണ് ടെലഗ്രാം വഴിയാണ് ഈ ഇടപാടുകൾ നടത്തിയത് എന്നുള്ള ഒരു കാര്യം NCBക്ക് മനസ്സിലാകുന്നത്. അതിന്റെ അഡ്മിൻ നെതർലൻഡ്സ് സ്വദേശിയായ ഒരു പൗരനാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. 19,000-ലധികം ആളുകൾ ഈ ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട്. അതിൽ പ്രധാന ആളുകൾ, അതായത് രാജ്യാന്തര മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണികളടക്കം കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതടക്കമുള്ള നിർണായക വിവരങ്ങളും NCBയുടെ പക്കലുണ്ട്. ഇവർക്കായുള്ള ഊർജിത അന്വേഷണവും NCB ആരംഭിച്ചിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഈ ലഹരി കച്ചവടത്തെ വളരെ ഗുരുതരമായി തന്നെയാണ് NCB കാണുന്നത്. എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമായി തുടരുകയാണ്. വിജയകുമാർ. അശ്വിൻ, ഇന്നലെ 5 പേരെ പിടികൂടിയിരുന്നു. ഇപ്പോൾ 2 പേർ കൂടി അറസ്റ്റിലാവുന്നു. അപ്പോൾ ഇതിനോടകം 7 പേര് ഈ സംഘത്തിന്റെ ഭാഗമായി നടന്ന ഇടപാടുകളിൽ കേരളത്തിൽ പിടിയിലായിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റ് കേരളത്തിൽ നടക്കാനിടയുണ്ടോ? ഇതിലെ സംഘാംഗങ്ങൾ ഇപ്പോൾ 19,000 പേരുള്ള ഒരു വലിയ ഗ്രൂപ്പാണ്. അതിലെ പ്രധാനികളൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോ അന്വേഷണ ഏജൻസി? എന്തെങ്കിലും സൂചനകളുണ്ടോ? വിജയകുമാർ, ഈ ഇടപാടിന്റെ മുഖ്യ കണ്ണിയെ NCB കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒപ്പം ഇന്നലെ അറസ്റ്റ് ചെയ്ത 5 പേരെ കോടതിയിൽ ഹാജരാക്കി രാത്രി തന്നെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. മറ്റ് 2 പേർ ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇവരിൽ 2 പേരിൽ ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറെ അടുപ്പമുള്ള ആളാണ് എന്നുള്ളതാണ് NCB വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും ഈ അറസ്റ്റിലായ 7 പേരുടെയും യാതൊരു വിവരങ്ങളും പോലീസ് NCB പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതും നിർണായകമാണ്. അതിന്റെ അർത്ഥം കൂടുതൽ ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ അറസ്റ്റിലാകും എന്നുള്ളത് തന്നെയാണ്. ഇവരുടെ വിശദമായ വിവരങ്ങൾ കണ്ടെത്തുന്നതിനും അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനുമായാണ് ഈ 2 പേരെ ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിലവിൽ കസ്റ്റഡിയുള്ള 2 പേരിൽ ഒരാൾ ഈ അന്തർദേശീയ ലഹരി മാഫിയയുടെ പ്രധാന കണ്ണിയാണ്. അതായത് കൊച്ചി അടക്കമുള്ള കേരളത്തിലെ പ്രധാന നഗരങ്ങളിലേക്ക് ഈ ഗുരുതര ലഹരി, മാരക ലഹരിയായ LSD സ്റ്റാമ്പും മറ്റ് പേര് കേട്ടിട്ടില്ലാത്ത ലഹരികളും അടക്കം കേരളത്തിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന കണ്ണിയായ ആളാണ് ഒരാൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ശരി അശ്വിൻ, എന്തായാലും വലിയ ലഹരി ശൃംഖലയുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തപാൽ വഴി ലഹരി ഇടപാട് നടത്തിയ കേസിൽ ഇപ്പോൾ മൊത്തം 7 പേരാണ് പിടിയിലായിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സംഘം ഇത് വിപുലമാണ്. 19,000 പേരുള്ള ഒരു വലിയ ഗ്രൂപ്പാണ് ഇതിന് പിന്നിൽ. അതിലെ മുഴുവൻ ആളുകളിലേക്കും അന്വേഷണം എത്തും എന്ന സൂചനയാണ് വരുന്നത്. അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.